അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള ദ്വിവിധമായ സമാധാനത്തിനായി സ്തോത്രം. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നൽകപ്പെട്ട നിരപ്പ് എന്ന സമാധാനത്തിനായി. രണ്ട്, എല്ലാ കലുഷിതകളുടെയും നടുവിലും വൈതരണികൾക്കിടയിലും മനസ്സിന് നൽകിയിട്ടുള്ള സ്വസ്ഥതയ്ക്കും സമാധാനത്തിനുമായും ദൈവത്തിന് സ്തോത്രം. Two sorts of peace God has given us. One is peace in relationship, as we read from Romans 5:1. We have peace with God. That is in relationship, and therefore it's about reconciliation. And second peace is mental peace, peacefulness within, even in the midst of turbulences, troubles, agonies, offenses, adversities. But God has given us a peace. ഈ രണ്ട് സമാധാനങ്ങൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് സമാധാനവും നമുക്ക് നൽകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കർത്താവിൻ്റെ സമാധാനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സ്തോത്രം. മറ്റൊന്ന്, യേശു ക്രിസ്തുവാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കുന്നത്. ഇങ്ങനെ രണ്ട് സമാധാനത്തിൻ്റെയും ദാതാവ് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് ഇന്നലെയും നമ്മൾ ചിന്തിച്ചത്, പൗലോസ്ലീഹ എഫേസ്യർ 2:14 വാക്യത്തിൽ പറഞ്ഞു, ഹീ ഈസ് അവർ പീസ്. അവൻ നമ്മുടെ സമാധാനം. അത് റിലേഷൻഷിപ്പിലെ റെക്കൺസിലിയേഷൻ്റെ കാര്യമാണ്. അപ്പം യോഹന്നാനിൽ പറഞ്ഞത് എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് നമ്മുടെ അകത്ത് തരുന്ന സമാധാനത്തിൻ്റെ അവസ്ഥയാണ്. ഈ രണ്ട് സമാധാനവും നമുക്ക് നൽകുന്ന സമാധാനദായകനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. നമ്മൾ പഠിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. സ്തോത്രം. എബ്രായലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഇന്നലെ നമ്മൾ അവിടെ നിന്നും യാത്രയാകണം എന്ന് കരുതിയെങ്കിലും സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും ആ വാക്യങ്ങളിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. ഒന്നും കൂടെ നമുക്ക് വായിക്കാമല്ലോ. ഹീബ്രൂസ് 2:14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്നവരെയൊക്കെയും വിടുവിച്ചു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജഡധാരണം. വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നു. യേശുക്രിസ്തു ജഡമെടുത്തതിനെ കുറിച്ച് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണാം. ലത്തീൻ ഭാഷയിൽ നിന്നുള്ള ഒരു കടമെടുക്കൽ, ബോറോവിങ് ഓഫ് എ വേർഡ് ഫ്രം ലാറ്റിൻ. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഈ വിഷയത്തോടനുബന്ധിച്ച് ഉള്ളതാണ് ഇൻകാർണേഷൻ എന്ന പദം. അത് മലയാളത്തിൽ പൊതുവെ അവതാരമെന്ന് തർജ്ജമ ചെയ്യാറുണ്ട്. പക്ഷേ വേദപുസ്തക ഭാഷയിൽ ഇൻകാർണേഷൻ
ഇൻകാർണേഷൻ എന്ന ആ പ്രത്യേക പദം ബൈബിളിൽ ഇല്ല, പക്ഷേ ആശയം നമുക്ക് അവിടെയുണ്ട്. യേശു ക്രിസ്തു ജഡമെടുത്തു. പ്രത്യേകിച്ച് പൗലോസും അത് പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ ആ വാക്യം വായിച്ചായിരുന്നല്ലോ, 1 തിമോഥെയോസ് 3:16, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. റോമാലേഖനം 1-ാം അധ്യായത്തിലും പൗലോസ് പറയുന്നുണ്ട്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. അതുപോലെ തന്നെ 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ അതേ കാര്യം പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ പൗലോസും ജഡമെടുത്തതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ ജഡമെടുത്തു അല്ലെങ്കിൽ യേശുക്രിസ്തു ജഡം ധരിച്ചു എന്ന ആശയവും ഉപദേശവും ബൈബിളിൽ ആഴത്തിൽ ശക്തിയോടെ പറയുന്നത് യോഹന്നാനാണ്. യോഹന്നാൻ 1-ാം അധ്യായം മുതൽ സുവിശേഷത്തിൻ്റെ പുസ്തകത്തിലും ലേഖനങ്ങളിലും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു. സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ഉപദേശമാണ്. പഴയ നിയമത്തിലും നമുക്കതിൻ്റെ സൂചനകൾ കാണാമല്ലോ. പ്രത്യേകിച്ച് 40-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്കറിയാം, ഹനനയാഗവും പാപയാഗവും ഒന്നും നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. സ്തോത്രം. പക്ഷേ യാഗങ്ങളല്ല, മൃഗങ്ങളുടെ, പക്ഷികളുടെ, ഭക്ഷ്യവസ്തുക്കളുടെ ഒന്നും യാഗങ്ങളല്ല ദൈവം ആഗ്രഹിച്ചത്, പിതാവ് ആഗ്രഹിച്ചത്. പുത്രൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകാല നിത്യതയിൽ, പാസ്റ്റ് ഇറ്റേണിറ്റിയിൽ സമർപ്പിക്കുന്ന സമർപ്പണമാണ് 6, 7, 8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. സാംസ് 40, 40-ാം സങ്കീർത്തനത്തിൽ. അതറിഞ്ഞിട്ട് യാഗങ്ങളല്ല പിതാവ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പുത്രൻ തന്നെ തന്നെ സമർപ്പിക്കുന്ന ആ ഒരു ചിത്രമാണല്ലോ അവിടെയുള്ളത്. അപ്പം സൃഷ്ടികളുടെ ഒന്നും യാഗം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പാപത്തെ പരിഹരിക്കേണ്ടതിന് ദൈവപുത്രൻ ജഡമെടുത്ത വിഷയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യോഹന്നാനും പൗലോസും തുടങ്ങിയ അപ്പോസ്തലന്മാരും അവരുടെ എഴുത്തുകളിലൂടെ ദൈവസഭയെ പറഞ്ഞ് ഉറപ്പിക്കുന്നത് യേശു ജഡമെടുത്തു. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഭാരതീയ തത്വസംഹിതയിലെ അവതാരത്തിന് തുല്യമല്ല. സ്തോത്രം. ആവർത്തിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിനെ അവതാര പുരുഷനെന്നൊന്നും വിളിക്കേണ്ട, അത് യോജ്യമല്ല. നമ്മളത് പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. എങ്കിലും ആർക്കെങ്കിലും ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ആവർത്തിക്കാതെ പോവുകയാണ്. യേശുവിനെ ഇംഗ്ലീഷ് ഭാഷയിൽ ലാറ്റിനിൽ നിന്നും എടുത്ത പദം എന്ന നിലയിൽ ഒരു ഇൻകാർണേഷൻ എന്ന് വിളിക്കാമെങ്കിൽ കൂടെ മലയാളത്തിലെ വിശേഷിച്ച് ഭാരതീയ തത്വശാസ്ത്രമനുസരിച്ചുള്ള അവതാര പുരുഷനായിട്ട് യേശുവിനെ കാണരുത്. ക്രിസ്തു അവതാരം അല്ല. ജഡമെടുത്തു എന്ന പ്രയോഗം തന്നെ നമ്മൾ മലയാളത്തിൽ നടത്തുന്നതാണ് നല്ലത്. ചില പാട്ടുകളിലൊക്കെ അവതരിച്ചു എന്ന പദമുണ്ട്. അത് ചിലപ്പോൾ പാട്ടിൽ നമുക്ക് പാടിയേ പറ്റൂ. എങ്കിലും നാം അതിൻ്റെ ആശയം മനസ്സിലാക്കിയിരിക്കുക. അതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ യേശുവിൻ്റെ ജഡധാരണം അഥവാ ഇൻകാർണേഷനെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ദ ആക്ട് ഓഫ് ബീയിങ് മെയ്ഡ് ഫ്ലഷ്, ഇതാണ് ഇൻകാർണേഷന്റെ അർത്ഥം. ദ ആക്ട് ഓഫ് ബീയിങ് മെയ്ഡ് ഫ്ലഷ്, ജഡമായി തീരുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഇൻകാർണേഷൻ. ജഡമെടുത്തു. ഇപ്പൊ ക്രിസ്തുവിന്റെ ജഡധാരണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അതാണ് നാം അവിടെ കാണുന്നത്. The purpose of Jesus incarnation or Jesus becoming flesh
യേശു ജഡമെടുത്തതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് നാം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മരിക്കാൻ വേണ്ടിയായിരുന്നു, നമ്മോട് ഒന്നായി താതാത്മ്യപ്പെടാൻ വേണ്ടിയായിരുന്നു, നമ്മെ മരണഭീതിയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട്. മറ്റൊന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മരണാധികാരിയായ പിശാചിനെ നീക്കിക്കളയുവാനായിട്ട്. സ്തോത്രം. മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താല് നീക്കി. മലയാളത്തിൽ നാം നീക്കി എന്ന പ്രയോഗമാണ് കാണുന്നത്. ഇംഗ്ലീഷിൽ നീക്കി എന്നല്ലെന്നാ തോന്നുന്നത്, അല്ലേ? ഡിസ്ട്രോയ് ഹിം, നശിപ്പിക്കുക. സ്തോത്രം. ആംപ്ലിഫൈഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോളൂ. That by going through death he might bring to naught and make of no effect him who had the power of death, that is the devil. വ്യാഖ്യാനിച്ച് തന്നെയാണ് ആംപ്ലിഫൈഡിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ ഉദ്ദേശങ്ങളായിട്ടാണ് നാം ഈ കാര്യങ്ങളെ കാണുന്നത്. സ്തോത്രം. That means Jesus' incarnation was with a purpose. Jesus became flesh. He took upon himself flesh and blood to accomplish something. Primarily and immediately, that was for his death. And death also was not the end. That was just a means to the end. So, becoming in the form of flesh and blood was not the ultimate. That was a means to offer himself on the cross. That means death. And death also was not the final in itself. That also, the death of Jesus on the cross was also a means to the end, means to the goal. And that means we have two things here as Jesus accomplished. One, deliverance of the humanity from the fear of death, and then destruction of the devil who had authority over death. യേശുക്രിസ്തു ജഡം ധരിച്ചത് അതിൽ തന്നെ ആത്യന്തികമായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം മരണത്തിനു വേണ്ടിയായിരുന്നു, ക്രൂശ് മരണത്തിനു വേണ്ടിയായിരുന്നു. ക്രൂശ് മരണവും അതിൽ തന്നെ പൂർണ്ണം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിരുന്നില്ല. മരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നില്ല, അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. യേശു മരിച്ചതും ആസ് എ മീൻസ്, ഒരു മാധ്യമമായിട്ടാണ്.
യേശുവിൻ്റെ മരണവും ഒരു ഒരു ചാനലായിട്ട്, അതായിരുന്നില്ല അന്തിമ ലക്ഷ്യം. അന്തിമ ലക്ഷ്യം അന്തിമ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. യേശുവിൻ്റെ മരണം ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം മാത്രമായിരുന്നു. എന്തായിരുന്നു ആ ലക്ഷ്യം? ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടു. ഒന്ന്, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടുവിക്കുക. മറ്റൊന്ന്, മരണാധികാരിയായ പിശാചിനെ നീക്കിക്കളയുക. അപ്പം മരണാധികാരിയായ പിശാച് എന്നതാണല്ലോ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. സാത്താൻ മരണാധികാരി എന്നിവിടെ പറയുന്നതിനർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു. പാപം നിമിത്തമാണ് മരണം ലോകത്തിൽ കടന്നത്. ആ മനുഷ്യനെ കൊണ്ട് മരണത്തിന് മുഖാന്തരമായ പാപം ചെയ്യിച്ചത് പിശാചാണ്. നമുക്കറിയാം, പാപം മൂലം മരണം പ്രപഞ്ചത്തിൽ കടന്നു, സൃഷ്ടിയിൽ കടന്നു. ഈ പാപം മൂലം സൃഷ്ടിയിൽ കടന്ന മരണത്തിന് അതുകൊണ്ട് ഉത്തരവാദി സാത്താൻ. പക്ഷേ അവിടെയും നമ്മളൊരു കാര്യം ഓർക്കണം. പാപം നിമിത്തം മരിക്കണമെന്ന് തീരുമാനിച്ചതും വിധിച്ചതും സാത്താനാണോ? അല്ല. സ്തോത്രം. വിധി, വേർഡിക്റ്റ്, അത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് മരണത്തിന് മുഖാന്തരം പാപവും പാപത്തിന് മുഖാന്തരം സാത്താനും എന്നൊരു ഭാഗം നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യന് മരണം വിധിച്ചത്, മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ പാപിക്ക് മരണം വിധിച്ചത് ദൈവമാണ്. Even though sin and Satan, they are the very reason for death, but it was not the order of Satan, but of God. There also we can prove the sovereignty of God. മനുഷ്യന് മരണം പാപം നിമിത്തവും പാപം സാത്താൻ പിശാച് നിമിത്തവുമാണെങ്കിലും മരണം വിധിച്ചത്, മരിക്കണം എന്ന് തീരുമാനിച്ചത്, പാപിക്ക് വേണ്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കിയത് സാത്താൻ അല്ല. അതിനുള്ള അധികാരം അവന് അന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് തീരെയുമില്ല. സ്തോത്രം. പിശാചിന് നമ്മെ കൊല്ലുവാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചതിനോട് ചേർത്തൊരു കാര്യവും കൂടെ പറയാം. അവന് നമ്മളെ കൊല്ലാൻ പറ്റിയില്ലെങ്കിലും എന്നാൽ മരണസമയവും മരണ രീതിയും മരണവിധവും ഒക്കെ തീരുമാനിക്കാൻ അവന് അധികാരം ഉണ്ടോ ഇല്ലയോ? മരണത്തിലേക്ക് നയിക്കാൻ. മരണത്തിന്റെ സമയവും മരണത്തിന്റെ വിധവും തീരുമാനിക്കാൻ.
അവന് ഒരിക്കലുമില്ല. ഇല്ല. ഒരിക്കലും ഇല്ല. സ്തോത്രം. അന്നുമില്ല, ഇന്നുമില്ല കേട്ടോ. സ്തോത്രം. അതാണ് എനിക്ക് വളരെ സന്തോഷം നൽകുന്നത്. പാപം മരണത്തിന് കാരണവും പിശാച പാപത്തിന് കാരണവുമായിരിക്കുമ്പോൾ പോലും മരണം പാപിക്ക് വിധിച്ചത് പരമോന്നതനായ സർവശക്തനായ നമ്മുടെ ദൈവം തന്നെയാണ്. സ്തോത്രം. മരണത്തിൻ്റെ സമയം കുറിക്കാനും എങ്ങനെ മരിക്കണം എന്ന് തീരുമാനിക്കുവാനും പോലും പിശാചിന് അനുവാദമില്ല. കഴിഞ്ഞ ദിവസം മിനിയാന്ന് നമ്മൾ പഠിച്ചതുപോലെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നാം കാണുന്ന പ്രകാരം ദൈവം ഒരുത്തനെ എന്തെങ്കിലും ചെയ്യാൻ പിശാചിന് അനുവാദം കൊടുത്താൽ അവനത് ചെയ്യാം എന്നതല്ലാതെ പിശാചിന് തൻ്റേതായ ഒരു അധികാരം ഉപയോഗിക്കുവാനായിട്ട് സാധ്യമല്ല. അവൻ വന്ന് വെല്ലുവിളിച്ചാലും നാം ഭയപ്പെടേണ്ടതില്ല. ഞാൻ ഇത്ര ദിവസത്തിനകം നിന്നെ കൊല്ലും, നീ ഇങ്ങനെയേ ചാകൂ എന്നൊക്കെ അവൻ വെല്ലുവിളിച്ചാലും, സ്വപ്നത്തിലോ ദർശനത്തിലോ ഒക്കെ വന്ന് വെല്ലുവിളിച്ചാലും ലേശം ഭയം വേണ്ട കേട്ടോ, ലേശം വേണ്ട. താക്കോൽ കൂട്ടമൊക്കെ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം ഒരു മാധ്യമമാണ്. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം മരിക്കുന്നതിന് വേണ്ടി, മരണം മറ്റെന്തോ നേടിയെടുക്കുന്നതിന് വേണ്ടി, മറ്റെന്തോ സാധിപ്പിക്കുന്നതിന് വേണ്ടി. ആ സാധിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. മരണഭീതിയിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുക, രണ്ട്, മരണാധികാരിയായ പിശാചിനെ നീക്കിക്കളയുക. പിശാചിന് എങ്ങനെയാണ് നമ്മുടെ മേൽ അധികാരം ഉണ്ടായത് നമുക്കറിയാം. പ്രത്യേകിച്ച് പൗലോസ് ലീഹ അക്കാര്യം 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതും മനഃപ്പാഠവുമായ കാര്യങ്ങളാണ്. അതിൻ്റെ 55 മുതൽക്കുള്ള വാക്യങ്ങളിൽ, അതിൻ്റെ 50 മുതൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും പ്രത്യേകിച്ച് ഈ വിഷയത്തോടനുബന്ധിച്ച് പറയുന്ന ഒരു കാര്യം നമ്മൾ മുദ്രാവാക്യമായിട്ട് വിളിക്കുന്ന സംഗതിയാണല്ലോ സ്തോത്രം. അതിൻ്റെ 56-ാമത്തെ വാക്യം, 55 തന്നെ വായിച്ചോളൂ. 55. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യോഗം തീരുമ്പം തീർന്ന സന്തോഷത്തിന് പറഞ്ഞു വിടുന്നൊരു കാര്യമാണ്. മിക്കവാറും ഒക്കെ ആ സമയത്ത് നമ്മൾ താക്കോല് തപ്പുകയും മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്യുകയും, ഒരു സമയത്ത് ഈ ഒരു സമയം സഭ മുഴുവനും പിരിപുര ശബ്ദമായിരുന്നു. ഈ പ്ലാസ്റ്റിക് കൂടിനകത്തായിരുന്നു ബൈബിളും കൊണ്ടുവരുന്നത്. ആ സമയത്ത് എല്ലാവരും ഈ പ്ലാസ്റ്റിക് കൂടെടുത്ത് ബൈബിൾ ഇടുന്ന സമയമാണ് ഭയങ്കര ശബ്ദം. ഇപ്പോൾ ഏതായാലും ആ ഒരു സംഗതിയില്ല.
മറ്റു ബാഗുകളിലേക്കൊക്കെ ആൾക്കാർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന് ശബ്ദം കേൾക്കാനില്ല. പക്ഷേ ഇവിടെ പറയുന്നു, നമ്മളിപ്പോൾ എബ്രായർ 2:14-15 കാണുന്ന കാര്യമാണ് ഈ പൗലോസ് ലീഹ 1 കൊരിന്ത്യർ 15:55 തൊട്ട് പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്തിൻ്റെ മേലുള്ള ജയമാണ്? സ്തോത്രം. Over death. ഓവർ ഡെത്ത്, മരണത്തിന്റെ മേൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തിന്റെ മേലുള്ള ജയം. ഹേ മരണമേ. യാ. മറ്റൊന്ന് നമ്മളിപ്പോ കണ്ടു, ഇപ്പൊ നമ്മൾ വായിച്ചല്ലോ, മരണത്തിന്റെ വിഷമുള്ള പാപം. സ്തോത്രം. The sting of death is sin. പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഇവകൾക്കെല്ലാറ്റിനും പരിഹാരമുണ്ടാക്കി. ന്യായപ്രമാണം നിവർത്തിച്ചു, നീക്കിയില്ല, നിവർത്തിച്ചു. 2, പാപത്തിന് പരിഹാരം വരുത്തി. 3, 4 കാര്യങ്ങളാണ് പ്രധാനമായും. 3, പാപം നിമിത്തം ദൈവത്തിൻ്റെ ന്യായപ്രമാണം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ അടിമയാക്കി വച്ചിരുന്ന സാത്താൻ്റെ കയ്യിൽ നിന്ന് വിമോചനമുണ്ടായി, അഥവാ സാത്താനെ ആയുധവർഗം വയ്പ്പിച്ചു. 4, മരണത്തെ തോൽപ്പിച്ചു. ഒരു കാര്യം കൂടെ ചേർക്കാം അക്കൂട്ടത്തിൽ, 5-മതായി, നിത്യജീവനെ സാധ്യമാക്കി തന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ സംഭവിച്ച കാര്യങ്ങളാണ്. ന്യായപ്രമാണം നിവർത്തിച്ചു, ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയെ നിവർത്തിച്ച്, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തി. ബൈ ഓഫറിംഗ് ഹിംസെൽഫ് ആസ് എ സിൻലെസ് പെർഫെക്റ്റ് അറ്റോണിംഗ് സാക്രിഫൈസ്, ജീസസ് സാറ്റിസ്ഫൈഡ് the very justice and righteousness of God. തന്നെത്താൻ പാപമില്ലാത്ത ഒരു പരിപൂർണമായ പ്രായശ്ചിത്തയാഗമായി ദൈവത്തിന് അർപ്പിച്ചതിലൂടെ മനുഷ്യന് നിവർത്തിപ്പാൻ കഴിയാതെയിരുന്ന ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളെ, ന്യായപ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് ദൈവനീതിയെ ക്രിസ്തു തൃപ്തിപ്പെടുത്തി. അതുകൊണ്ട് പാപത്തിന് ശക്തി ലഭിക്കുന്ന ന്യായപ്രമാണം ഇനി നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ഗലാത്യലേഖനം 4:4-5 വാക്യങ്ങൾ. 4-ാം വാക്യം മതിയായിരിക്കും ഒരു പക്ഷേ. ഗലേഷ്യൻസ് 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്
അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. കണ്ടോ? ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്, വിലയ്ക്ക് വാങ്ങി എന്ന് നമുക്കങ്ങ് നിർത്താം. ക്രിസ്തുവിന്റെ മരണത്താൽ സാധ്യമായത്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ജീസസ് ഡെത്ത് വാസ് ജസ്റ്റ് എ മീൻസ് ടു അക്കംപ്ലിഷ് സം ഗോൾസ്. അതാണ് യേശുവിന്റെ മരണം ചില ലക്ഷ്യപ്രാപ്തിക്കുള്ള മുഖാന്തരം ആയിരുന്നു. അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിലൊന്ന്, ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. കാരണം ന്യായപ്രമാണത്തിൽ നിന്നാണ് പാപത്തിന് ശക്തി ലഭിച്ചുകൊണ്ടിരുന്നത്. അതാണ് പൗലോസ് അവിടെ പറഞ്ഞത്, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. രണ്ടാമത്, യേശു എന്ത് ചെയ്തു? പാപത്തെ പരിഹരിച്ചു. പാപത്തെ പരിഹരിച്ചു. പാപമില്ലാത്ത തന്നെത്താൻ ദൈവത്തിന് പ്രസാദകരമായ സമ്പൂർണ്ണ യാഗമായി സമർപ്പിച്ചതിലൂടെ പാപത്തിന് എന്നേക്കുമായുള്ള പരിഹാരം വരുത്തി. അതുകൊണ്ട് ആ വർഷാന്തര യാഗമൊന്നും നമ്മൾ നടത്താതിരിക്കുന്നത്. വർഷാന്തര ആഘോഷങ്ങൾ പോലും അതിനാവശ്യമില്ല. അപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തി. 3, യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു. യേശുക്രിസ്തു മരിക്കുക മാത്രമല്ലല്ലോ ചെയ്തത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക കൂടെ ചെയ്തു എന്ന് നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റപ്പോൾ കുറഞ്ഞത് 6 ശക്തികളെ എങ്കിലും യേശു തോൽപ്പിച്ചു എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറയേണ്ടതില്ലല്ലോ, ആവർത്തിക്കേണ്ടതില്ലല്ലോ. വേണം എങ്കിൽ ഒരു മെസ്സേജ് എന്തെങ്കിലും നിട്ടാൽ മതി. ആവർത്തന വിരസത തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആവർത്തിക്കാതിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ആവർത്തിക്കണം. ശരി. ക്രിസ്തു ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേറ്റപ്പോൾ കുറഞ്ഞത് 6 ശക്തികളുടെ മേലെങ്കിലും ക്രിസ്തു ജയം കൊണ്ടാടി. 1, മരണം എന്ന പ്രാകൃത അല്ലെങ്കിൽ സ്വാഭാവിക ശക്തി, ഓവർ ദ നാച്ചുറൽ പവർ ഓഫ് ഡെത്ത്. 2, ഓവർ ദ നാച്ചുറൽ പവർ ഓഫ് ഡീകേ, ദ്രവത്വം എന്ന സ്വാഭാവിക ശക്തിയുടെ മേലും ജയാളിയായി ജയം കൊണ്ടാടി. മരണം, ദ്രവത്വം. 3, ക്രിസ്തുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിരുന്ന യഹൂദ മതശക്തികളുടെ മേൽ ജയം കൊണ്ടാടി. ഓവർ ദ റിലീജിയസ് പവർ ഓഫ് ജൂഡായിസം, മതത്തിൻ്റെ ശക്തികളെ ക്രിസ്തു ജയിച്ചു. 4, മിലിറ്ററി പവർ ഓഫ് റോമൻ മിലിറ്ററി. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടയാൻ വേണ്ടി കാവൽ കാത്തുകൊണ്ടിരുന്ന പട്ടാള ശക്തിയെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നിഷ്പ്രഭമാക്കി. 5, ഇമ്പീരിയൽ മുദ്ര എന്ന് നമ്മൾ പറയാറുള്ള പൊളിറ്റിക്കൽ പവർ ഓഫ് റോമൻ ഗവൺമെന്റ്. റോമ സർക്കാരിൻ്റെ രാഷ്ട്രീയ ശക്തികളെയും യേശുക്രിസ്തു പരാജയപ്പെടുത്തി തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ. 6, സാത്താന്യ ശക്തി, സൈറ്റനിക് പവർ.
പിന്നെ പാപം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാം. കുറഞ്ഞത് ഈ 6 ശക്തികളെയെങ്കിലും യേശുക്രിസ്തു ജയിച്ചുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്. അപ്പോൾ ക്രിസ്തു ക്രൂശിൽ തൻ്റെ മരണത്താൽ ഒന്നാമത്തേത് മരണം, ഒന്നാമത്തേത് മരണമായിരുന്നില്ലല്ലോ നമ്മൾ പറഞ്ഞേ. പ്രമാണത്തെ നിവർത്തിച്ചു. ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. ഫുൾഫിൽഡ് ദ ലോ. അക്കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ടും കൂടെ അത് പറയാൻ പറ്റും. ദസ് സാറ്റിസ്ഫൈഡ് ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തിയെന്നും കൂടെ വേണമെങ്കിൽ ഒന്നിൻ്റെ കൂടെ അങ്ങ് ചേർക്കാം, അല്ലെങ്കിൽ രണ്ടായിട്ടും അതിനെ പറയാം. അടുത്തതായിരുന്നു നമ്മൾ കണ്ടത്, പാപത്തിന് പരിഹാരം വരുത്തി. സ്തോത്രം. റെമഡി ആൻഡ് റെമിഷൻ ഫോർ സിൻ, അറ്റോൺമെന്റ് ഫോർ സിൻ. അടുത്തതാണ് നമ്മൾ കണ്ടത്, മരണത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. മരിച്ച് കഥ കഴിഞ്ഞില്ല. മരണം കൊണ്ട് യേശുവിൻ്റെ കഥ തീരുന്നില്ല. ഒഴിഞ്ഞ കല്ലറ, തുറന്ന കല്ലറയൊക്കെ നമുക്കറിയാം. യേശു ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അത് നിമിത്തം പാപത്തിന് പരിഹാരം വരുത്തിയതുകൊണ്ട്, പാപം നിമിത്തം മനുഷ്യന്റെ മേൽ അധികാരം കൈപ്പറ്റിയിരുന്ന സാത്താനെ ആയുധവർഗം വയ്പ്പിച്ചു. സാത്താനെ ആയുധവർഗം വയ്പ്പിച്ചു. അതാണ് നമ്മിപ്പോൾ എബ്രായർ 2:14-15 കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ കർത്താവ് ചെയ്തു. ഒന്നും കൂടെ എന്താ? ഹി bestowed us, he granted us, he gifted us with eternal life. നിത്യജീവനെയും നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തന്നു. സ്തോത്രം. നിത്യജീവനെ. യേശുവിൻ്റെ മരണത്താൽ സാധ്യമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവകൾക്കെല്ലാം ഒരു മീൻസ്, ഒരു മുഖാന്തരമായിരുന്നു യേശുവിൻ്റെ മരണം. സ്തോത്രം. ഇവകൾക്കെല്ലാം ഒരു മുഖാന്തരമായിരുന്നു യേശുവിൻ്റെ മരണം. അങ്ങനെ ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുകയും പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുകയും ചെയ്തതുകൊണ്ട്, പാപം നിമിത്തം മനുഷ്യന്റെ മേൽ, മാനവജാതിയുടെ മേൽ അധികാരം സിദ്ധിച്ചിരുന്ന സാത്താന്റെ അധികാരമെല്ലാം പോയി. അതാണ് നാം അവിടെ വായിക്കുന്നത്, തൻ്റെ മരണത്താൽ സാത്താനെ നീക്കി. അവിടെ നീക്കി എന്നുള്ളതിന് കത്താർജിയോ എന്ന ഒരു പദമാണ് നാം ഗ്രീക്കിൽ കാണുന്നത്, മൂലവാക്ക്. സ്തോത്രം. KATARGEO. കത്താർജിയോ. ഈ കത്താർജിയോയുടെ അർത്ഥം ഇറ്റ്സ് നോട്ട് അൻഹിലേഷൻ, ഇല്ലാതെയാക്കുക എന്നല്ല. ഇംഗ്ലീഷിൽ നമ്മൾ ഡിസ്ട്രോയ് എന്ന് കാണുന്നല്ലോ. ആ ഡിസ്ട്രോയ് എന്നതുപോലെ make him without existence എന്നല്ല. It's not ceasing to exist, cessation of existence. It's not the meaning. The kathargio doesn't mean annihilation or
removal forever or a complete removal or cessation of existence. It doesn't mean that. ഇംഗ്ലീഷിൽ ഡിസ്ട്രോയ് എന്നാണെങ്കിലും അതിൻ്റെ അർത്ഥം ഇല്ലാതെയാക്കുക, അസ്തിത്വമില്ലാതെയാക്കുക, പൂർണ്ണമായും നശിപ്പിച്ച് ഇല്ലാതെ ആക്കുക എന്നുള്ളതല്ല. മറിച്ച് ഈ കഥാർജിയോ എന്ന പദത്തിന് അർത്ഥം ടു നള്ളിഫൈ, ടു ബ്രിങ് ഇൻ ടു സീറോ, ടു പാരലൈസ്, ടു മേക്ക് ഇനാക്റ്റീവ്. ഇവിടെ നീക്കുക എന്ന് മലയാളത്തിലും ഡിസ്ട്രോയ് എന്ന് ഇംഗ്ലീഷിലുമൊക്കെ തർജ്ജമ ചെയ്തിരിക്കുന്ന മൂലപദത്തിൻ്റെ അർത്ഥം എന്തല്ല എന്ന് നമ്മൾ കണ്ടല്ലോ. പിന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനെ പൂജ്യത്തിലേക്ക് കൊണ്ടുവരിക, ശൂന്യമാക്കുക. സംഭവമുണ്ട്, പക്ഷേ നിഷ്ക്രിയമാണ്. നിഷ്ക്രിയമാക്കുക, നിഷ്ക്രിയമാക്കുക, ബലഹീനപ്പെടുത്തുക, ബലഹീനപ്പെടുത്തുക. Yes, to make impotent. ഒരു കഴിവുമില്ലാത്തതാക്കി തീർക്കുക. സ്തോത്രം. To make ineffective. ഇതൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് തൻ്റെ മരണത്താൽ പിശാചിനെ നീക്കിക്കളഞ്ഞിട്ട് ഇന്നും അവനുണ്ടല്ലോ, അപ്പോൾ പിന്നെ ബൈബിള് തെറ്റാണല്ലോ, പിന്നെ ബൈബിള് തെറ്റാണെന്ന് എങ്ങനെ പറയുമെന്ന് വിചാരിച്ച് മനസ്സിൽ ആ സംശയവും ഒക്കെ വെച്ചുകൊണ്ട് അങ്ങ് പുറമെ വിശ്വാസം പ്രകടിപ്പിച്ചൊക്കെ പോവുക പലരും. വേണ്ട, ബൈബിൾ അവിടെ തെറ്റല്ല പറയുന്നത്. തർജ്ജമയിൽ വന്ന നമ്മുടെ ഭാഷയിലെ ഒരു ചെറിയ ആശയക്കുഴപ്പമെന്നേ ഉള്ളൂ. കത്താർജിയോ, ശൂന്യമാക്കുക. അതാണ് നാം കൊലോസ്യർ 2:15 കാണുന്നത്. കൊലോഷ്യൻസ് 2:15 നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. സ്തോത്രം. ആയുധവർഗം വയ്പ്പിച്ചു, തോൽപ്പിച്ചു എന്നർത്ഥം. നമുക്കറിയാം, പ്രത്യേകിച്ച് പുരാതന സമയങ്ങളിൽ ഈ പട്ടാളം ഇങ്ങനെ ഇന്നത്തെ പോലെ എയർ സ്ട്രൈക്കുകളൊന്നും ഇല്ലാതിരുന്ന ആ കാലത്ത്, വ്യോമാക്രമണങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നേരിട്ട് പട്ടാളക്കാര് യുദ്ധം ചെയ്യുമായിരുന്ന സമയത്ത് ഒരു രാജ്യം മറ്റ് രാജ്യത്തെ തോൽപ്പിക്കുമ്പോൾ സേനാപതിമാർ തമ്മിലാണല്ലോ യുദ്ധം, സൈന്യങ്ങൾ തമ്മിൽ. അപ്പോൾ അടുത്ത, അതായത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, അതിൽ പാകിസ്ഥാൻ തോറ്റു. തോറ്റാൽ ആദ്യം ചെയ്യുന്നത് അവർ കൈപൊക്കുക, ഞങ്ങൾ തോറ്റു. നമ്മളും കർത്താവിനെ സ്തുതിക്കാൻ കൈയൊക്കെ പൊക്കുന്നത് ഏതാണ്ടൊക്കെ ഈ അർത്ഥത്തിലാണ് കേട്ടോ. കർത്താവേ, ഞങ്ങൾ അങ്ങയ്ക്ക് അടിയറ വയ്ക്കുന്നു എന്നർത്ഥമാ. സ്തോത്രം. നമ്മൾ കൈപൊക്കുക. അപ്പോൾ ഈ തോൽക്കുന്ന
സേനാപതി, സൈന്യാധിപൻ, അദ്ദേഹത്തോടൊപ്പം തൻ്റെ തോറ്റ സൈന്യത്തിലെ മുഴുവൻ പടയാളികളും കൈപൊക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ചില വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിലും ഒക്കെ, ഈവൻ ഒരു കാറ് ഡ്രൈവ് ചെയ്തു പോകുന്ന കാറിനെ പോലീസുകാരെന്തെങ്കിലും വിശേഷ കാര്യത്തിന് വേണ്ടി പിടിച്ചാൽ ഡ്രൈവർ സീറ്റിൽ തന്നെ ഇരുന്നു കൊണ്ട് കൈപൊക്കി ആയുധമൊന്നുമില്ല എന്ന് കാണിച്ച് കൈപൊക്കിക്കൊണ്ട് തന്നെ കാറിന് പുറത്തിറങ്ങണം. ചിലരാണെങ്കിൽ കമന്ന് കിടത്തിക്കുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതേ സിസ്റ്റം. ഇപ്പൊ തോൽക്കുന്ന പടനായകൻ, രാജ്യത്തിന്റെ പടനായകൻ കൈപൊക്കുന്നു. ജയിച്ച പടനായകൻ ചെന്ന് ഇവരുടെ ആയുധങ്ങൾ മുഴുവനും അഴിച്ചെടുക്കുന്നു. ആയുധങ്ങളും മുഴുവനും താഴെ വെച്ച് അവരുടെ യൂണിഫോമുകൾ പോലും, പടനായകന്മാരുടെ തോളിൽ അവരുടെ സ്ഥാനത്തെയൊക്കെ കാണിക്കുന്ന ചിഹ്നങ്ങളുണ്ട്, പട്ടാളത്തിൻ്റെ അധികാര ചിഹ്നങ്ങൾ, അത് മുഴുവനും യൂണിഫോം സഹിതം അഴിച്ചെടുക്കുന്നു. കഷ്ടിച്ച് നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം മാത്രം ധരിപ്പിച്ച് ഇവരെ ഇതുപോലെ കൈപൊക്കി, ബാക്കി കഷ്ടിച്ച് നഗ്നത മാത്രം മറയ്ക്കുന്ന വസ്ത്രം കൊടുത്ത് നടത്തുമ്പോൾ അവർ നഗ്നരാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആ പദം കാണുന്നത്, അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്നിട്ട് ഈ തോറ്റവരെ VIP വാഹനത്തിൽ കയറ്റി എവിടെയെങ്കിലും കൊണ്ടുപോവുകയല്ല. മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവരെ റോഡ് നീളെ ജാഥയായിട്ട്, ദാ നമ്മൾ യുദ്ധത്തിൽ തോൽപ്പിച്ച രാജ്യത്തിൻ്റെ പടനായകനും സംഘവും എന്ന് പറഞ്ഞ് അവരെ ലജ്ജാകരമായ നിലയിൽ ജയിച്ച രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിലൂടെ, തെരുവീഥികളിലൂടെ നടത്തും. അവർക്ക് ഭയങ്കര അപമാനമാണത്, അപമാനമാണ്. ഇനി അവർക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുത്താൽ പോലും ഇത് ഭയങ്കര പരാജയമാണ്. ഇതേ സംഗതിയാണ് കർത്താവായ യേശു ക്രൂശിൽ ചെയ്തത്. പിശാചിന് മനുകുലത്തിന്മേലുണ്ടായിരുന്ന മുഴുവൻ അധികാരങ്ങളെയും അവങ്കൽ നിന്നും പിടിച്ചെടുത്തു, ആയുധവർഗം വയ്പ്പിച്ചു. അത് ക്രൂശിലെ മരണത്താൽ അസംഭവിച്ചത്. അതിനുള്ള കാരണങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചതും. സ്തോത്രം. അപ്പോൾ അങ്ങനെ പിശാചിനെ ഡിസാം ചെയ്തു, ആയുധവർഗം വയ്പ്പിച്ചു, അവന്റെ ആയുധങ്ങളൊക്കെ പിടിച്ചു വാങ്ങി. സ്തോത്രം. എന്നാൽ അവനെ നീക്കിക്കളഞ്ഞില്ല, ഇല്ലായ്മ ചെയ്തില്ല. അതിനിനിയും സമയമുണ്ട്. അവനെ നീക്കിക്കളയാൻ ഇനിയും സമയമുണ്ട്. അവനെ ലോകത്തിൽ നിന്ന് നീക്കിക്കളയുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് നീക്കിക്കളയും. ഇപ്പോൾ അവൻ വസിക്കുന്നത് സ്വർഗത്തിലല്ലെങ്കിലും അവൻ അവിടേക്ക് പ്രവേശനമുണ്ട്. ആ പ്രവേശനവും കൂടെ അവന് നിഷേധിക്കപ്പെടുന്നത് ദൈവസഭ ഇവിടെ നിന്നും എടുക്കപ്പെട്ട ശേഷമാണ്. ലോകത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സഭ ക്രിസ്തുവിലേക്ക് എടുക്കപ്പെട്ടതിനും ഏതാണ്ട് 3.5 കൊല്ലത്തിന് ശേഷമായിരിക്കും പിശാച് സ്വർഗസ്ഥലങ്ങളിൽ നിന്നും തള്ളപ്പെടുന്നത്. നമ്മളത് വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ കണ്ടിട്ടുണ്ട്. സൂര്യനെ അണിഞ്ഞ സ്ത്രീയെക്കുറിച്ചും മീഖായേലും അവൻ്റെ ദൂതന്മാരും
മഹാസർപ്പമായ പിശാചും അവന്റെ ദൂതന്മാരുമായി ആകാശത്തിൽ പടവെട്ടുന്നതിനെക്കുറിച്ചും സാത്താനും കൂട്ടരും പരാജയപ്പെട്ട് ഭൂമിയിലേക്ക് വീഴ്ത്തപ്പെടുന്നതിനെക്കുറിച്ചും. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. Satan will be limited by time and space. ഇപ്പോൾ അവന് സ്വർഗത്തിൽ വരെ ചെല്ലാം. അതേ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 10-ാമത്തെ വാക്യത്തിൽ, ദൈവസന്നിധിയിൽ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാച്. എവിടെയാ? ദൈവസന്നിധിയിൽ നമ്മളെ കുറ്റം ചുമത്താൻ വേണ്ടി പോയി നിൽക്കുന്ന പിശാച്. അപ്പോൾ ഇപ്പോൾ അവന് സ്വർഗത്തിൽ വരെ പ്രവേശനമുണ്ട്. ഇയ്യോബിന്റെ കേസിൽ നമുക്കറിയാം. പുതിയ നിയമത്തിൽ പത്രോസിനും ശിഷ്യന്മാർക്കും വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ കർത്താവിന്റെ അടുക്കൽ ഇവൻ പോയതാ. എനിക്ക് അവരെ ഒന്ന് പാറ്റാൻ തരണമെന്നും പറഞ്ഞു. അനുവാദം കൊടുത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ പാറ്റിയനെ, അവരുടെ വിശ്വാസം പോയേനെ. സഖരിയ 3-ാമത്തെ അധ്യായത്തിൽ യോശുവ മഹാപുരോഹിതനെതിരെ ദൈവസന്നിധിയിൽ അവൻ ചെന്ന് കുറ്റം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ അവന് നമുക്കെതിരെയും കുറ്റം പറയാൻ പ്രോസിക്യൂട്ടറായിട്ട്, സ്ലാൻഡറായിട്ട്, അപവാദിയായിട്ട്, അക്യൂസറായിട്ട്, കുറ്റം ചുമത്തുന്നവനായിട്ട് ദൈവസന്നിധിയിൽ വരെ പ്രവേശനമുണ്ട്. പക്ഷേ സഭ എടുക്കപ്പെട്ട ശേഷം മഹാപീഡനകാലത്തിൻ്റെ ഏതാണ്ട് മധ്യസമയത്ത് സ്വർഗത്തിൽ നടക്കുന്ന മീഖായേലുമൊത്ത യുദ്ധത്തിലാണ് ഇവൻ ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ദേഷ്യം. അതുകൊണ്ടാണ് നമ്മൾ 10-ാം വാക്യത്തിന് ശേഷം വെളിപ്പാട് 12-ൽ കാണുന്നത്, ഭൂമിയും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമാണ്. കാരണം സാത്താൻ ഇനിയും തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ 10-ാം വാക്യം എടുത്തെങ്കിലും ഒന്ന് വായിച്ചേക്കൂ. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സ്തോത്രം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പി. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. കണ്ടോ? ഇപ്പൊ ദൈവം അവന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു സമയമുണ്ട് അവന് പ്രവർത്തിക്കാനും അവനെ കൊണ്ടാവുന്നതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കാൻ ചെയ്യാനും ദൈവം അവന് അനുവാദം കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മിലും പലരും ചിന്തിച്ചിട്ടുണ്ടാവാം, പണ്ട് ദൈവസന്നിധിയിൽ വെച്ച് അവൻ നിഗളിച്ച് പാപം ചെയ്തപ്പോൾ തന്നെ അവനെ അങ്ങ് ഇല്ലായ്മ ചെയ്തിരുന്നെങ്കിൽ ഈ പൊല്ലാപ്പൊന്നും ഇല്ലാതിരുന്നതിനെ വന്നു. നമുക്കും യേശുക്രിസ്തുവിന് പോലും അത് നമ്മുടെ കൊച്ചു മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ദൈവത്തിനിത് അറിയാഞ്ഞിട്ടോ ദൈവത്തിന് ആലോചന കൊടുക്കാൻ നമ്മൾ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല, അവനെ അന്നേ നശിപ്പിക്കാതെ ഇത്രയും ദീർഘകാലങ്ങൾ ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിങ്ങനെ വിട്ടത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്,
Satan was never ever be a threat to our God. He was never ever be a threat to our God. നമ്മുടെ ദൈവത്തിന് സാത്താനെ കൊണ്ട് ഒരു ഭീഷണിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര സന്തോഷകരമാണ്. നമുക്ക് ഭീഷണിയൊക്കെ തോന്നിയിട്ടുണ്ട്, ശരിയാ. നമ്മൾ മനുഷ്യരെന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് പിശാചിലെ നമുക്ക് പല നിലയിലും ഭീഷണിയായി തോന്നിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ, കൊച്ചു മനസ്സിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് ഒരിക്കലും പിശാച് ഒരു വെല്ലുവിളിയേ അല്ലായിരുന്നു. പിശാച് ഒരിക്കലും നമ്മുടെ ദൈവത്തിന് ഒരു ഭീഷണിയേ ആയിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവനെ അങ്ങ് അനുവദിച്ചു. ദൈവസന്നിധിയിൽ വരെ പോലും ചെല്ലാൻ അനുവാദം കൊടുത്തു. അതുകൊണ്ട് ഇപ്പോഴും അവൻ അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് പഠിച്ചപ്പോൾ പറഞ്ഞത്, സാത്താൻ നമ്മുടെ ഒന്നും അടുക്കൽ അങ്ങനെ വിസിറ്റിങ്ങിന് പോലും വരാറില്ല. നമ്മുടെ പാസ്റ്റേഴ്സൊക്കെ നമ്മുടെ വീട്ടിൽ പിന്നെയും കൂടുതൽ പ്രാവശ്യം വരും. അത്രയും പോലും സാത്താന് വരാൻ നേരമില്ല. അവന് നേരമില്ലാത്തതുണ്ട്, ഇഷ്ടമില്ലഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, നേരമില്ല. കാരണം അവൻ സർവവ്യാപി അല്ലല്ലോ. സർവവ്യാപി ആയിരുന്നെങ്കിൽ പിന്നെ അവൻ എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞു നിന്നേനെയും. അല്ലല്ല, ഒരിക്കലും അവൻ ഒംനിപ്രസന്റ് അല്ല. അവൻ ഒരു സമയം ഒരിടത്തു മാത്രമേ ഹാജരായിരിക്കാൻ പറ്റൂ. അവന്റെ പ്രധാന പണി അലിഗേഷൻ, നമുക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുക. അതിന് അവന് അവിടെ പോയേ പറ്റൂ. പിന്നെ വല്ലപ്പോഴും അങ്ങാണമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങ് ചെല്ലുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭൂമിയിലൊക്കെ ഊടാടിയിട്ട് വന്നപ്പം എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചോ എന്ന് കർത്താവ് ഒരു ചോദ്യം ചോദിച്ചത്. അങ്ങനെയൊക്കെ കറങ്ങുന്ന ചുരുക്കം സന്ദർഭമേ ഉള്ളൂ. പക്ഷേ അവൻ ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെടുന്ന ഒരു സമയം. പിന്നെ നമുക്കറിയാം, ഒരു 42 മാസം മാത്രമേ അവന് പ്രവർത്തിക്കാൻ സമയമുള്ളൂ. 3.5 വർഷം മാത്രം. അതുകൊണ്ട് അങ്ങ് കലി പിടിച്ച് ഭയങ്കര ക്രോധത്തോടെ അവൻ മനുഷ്യരെ പീഡിപ്പിക്കാൻ തുടങ്ങും. അതാണ് മഹാപീഡനകാലം. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, വെളിപ്പാട് 20-ാമത്തെ അധ്യായത്തിൽ ഇവനെ അപ്പോഴും നശിപ്പിക്കുന്നില്ല. 1000 ആണ്ടത്തേക്ക് അഗാധകൂപത്തിൽ ചങ്ങലയിടുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ അഴിച്ചുവിടും. വെളിപ്പാട് 20-ന്റെ 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ, റെവലേഷൻ 27-10, അവിടെ നമ്മൾ കാണുന്നു അവനെ പിന്നെയും അല്പകാലത്തേക്ക് അഴിച്ചുവിടും. The last chance for the devil to destroy God's purposes. വിട്ടിരിക്കുക, നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോ. ഈ 1000 ആണ്ടത്തെ പൂട്ടിയിട്ട ദേഷ്യവും കൂടെ ശൗര്യത്തോടെ അവൻ ഇറങ്ങി ഗോഗ് മാഗോഗ് യുദ്ധത്തിനായിട്ട് കടൽക്കരയിലെ മണൽ പോലെ മനുഷ്യരെ കൂട്ടിച്ചേർക്കും. പക്ഷേ അത് അവൻ്റെ അവസാനമാണ്. അവിടെ മാത്രമേ, ആ ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ മാത്രമാണ്, വെളിപ്പാട് 20-ന്റെ 10-ാമത്തെ വാക്യം, അവിടെ മാത്രമാണ് പിശാചിനെ എന്നേക്കുമായി നീക്കം ചെയ്യുന്നത്. Only in Revelation 20:10, during the Gog-Magog battle, Christ will demolish the devil by binding him and putting him into the lake of fire. അതുവരെ പിശാചിനെ നീക്കിക്കളയുക എന്ന അർത്ഥത്തിൽ ഇല്ലാതെയാക്കുന്നില്ല. പക്ഷേ അവൻ ഇന്ന് പരാജയപ്പെട്ട എനിമിയാണ്. He is a defeated foe.
ഹീസ് എ ഡിസാംഡ് എനിമി. ആയുധവർഗങ്ങളൊക്കെ പിടിച്ചു മേടിച്ച് നഗ്നനായി നമ്മുടെ കർത്താവ് നാണം കെടുത്തി വിട്ട ഒരു ശത്രുവാണവൻ. സ്തോത്രം. അവനെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. അവനെ ഇങ്ങനെയാണ് കർത്താവ് നീക്കിയത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വായിച്ച 10ാമത്തെ വാക്യത്തിൽ കണ്ടല്ലോ, അവർ അവനെ, ജയാളികളായ വിശുദ്ധന്മാർ അവനെ എങ്ങനെ ജയിച്ചു? കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തവും. നാമും സാത്താനെ ജയിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടാണ്. നമ്മുടെ ഇടയിലും ചോദ്യം വന്നിട്ടുണ്ട് ഈ വാക്യത്തെ ആധാരമാക്കി, കുഞ്ഞാടിന്റെ രക്തത്താലുള്ള ജയം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്ന രക്തത്താൽ ജയമാണോ എന്ന് അല്ല. നമ്മൾ രക്തത്താൽ ജയം പറഞ്ഞാലും പാടിയാലും ഒന്നും ജയിക്കണമെന്നില്ല. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി ജയിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എബ്രായർ 2:14-15, കൊലോസ്യർ 2:15 ഈ വാക്യങ്ങളിലൊക്കെ കണ്ടതുപോലെ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ക്രൂശുമരണത്താൽ അവർ അവനെ ജയിച്ചു എന്നുള്ളതാണ്. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി പിശാചിനെ ജയിക്കുക എന്നതിൻ്റെ അർത്ഥം രക്തത്താൽ ജയം പറയുന്നതല്ല. രക്തം കൊണ്ട് മുദ്രയിടുന്നു പറയുന്നതല്ല. പകരം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ പിശാചിന്റെ മേൽ വിശുദ്ധന്മാർ ആഘോഷിക്കുന്ന വിജയമാണ്. യേശുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്ന, ആ ക്രൂശുമരണത്താലുള്ള പാപക്ഷമ പ്രാപിച്ച വിശുദ്ധന്മാർ ക്രിസ്തുവിങ്കലുള്ള ആശ്രയത്താൽ സാത്താനെ ജയിക്കുന്ന കാര്യമാണ് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി ജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇന്നും നമ്മുടെ ഈ വിഷയം തീരുന്നില്ല. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെയും കൂടെ നമുക്ക് ഇതിലേക്ക് പോകേണ്ടതുണ്ട്. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മുടെ സമയം 7:45 ഇന്ത്യൻ ടൈം. 8 മണിക്ക് തന്നെ ക്ലാസ് ആരംഭിക്കും. 7:45 സൂം ഓൺ ആയിരിക്കും. 8 മുമ്പ് തന്നെ നമ്മൾ ക്ലാസ് ആരംഭിക്കും. ഫസ്റ്റ് ഫ്രൈഡേ ആൻഡ് സെക്കൻഡ് ഫ്രൈഡേ, എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെയും രണ്ടാമത്തെയും വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെയായിരിക്കും. സ്തോത്രം. ഇതുവരെ ഉള്ളതിൽ ചോദ്യങ്ങൾ ഒന്നുമില്ലെന്ന് കരുതട്ടെ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമുക്ക് ലഭ്യമായ ഈ വിജയത്തിനായി ദൈവത്തിന് സ്തോത്രം. അതിൽ നിലനിൽക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഈ വചനങ്ങളാൽ കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.